Hello friends, welcome to the channel. 𝙑𝙞𝙙𝙯 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലൈസ് കാർഡാണ്. അപ്പോൾ കുറച്ച് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അന്ന് സ്ലൈസ് കാർഡ് എടുക്കണമെന്ന് കാണിച്ചു തരാൻ. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ അല്ല, എനിക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ടുണ്ടെന്നില്ല. അപ്പോൾ എൻ്റെ കസിൻ എടുത്തതാണ്. അപ്പോൾ ആൾക്ക് ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാർഡ് ഓൾറെഡി അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യുന്ന നമുക്ക് എന്തായാലും കാണിക്കാൻ പറ്റില്ല, ഒരു കാർഡ് ഡെലിവർ ആയല്ലോ ഓൾറെഡി. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ കാർഡ് ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അൺബോക്സ് ചെയ്ത് നമ്മൾ എങ്ങനെ കാർഡ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം, പാക്കേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്യാട്ടോ. അപ്പോൾ സ്ലൈസ് കാർഡിനെ കുറിച്ച് അറിയാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ലൈസ് സൂപ്പർ, നമ്മുടെ ഈ ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ചാലഞ്ചർ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഒരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കിക്കുന്നത്. അത് ഓൾറെഡി 5 മില്യൺ പ്ലസ് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓരോ യൂസേജിനും ട്രാൻസാക്ഷനും 2% വരെ ക്യാഷ് ബാക്ക് കിട്ടും. അത് നമ്മുടെ പോസ്റ്റ് പേ കാർഡ് പോലെ തന്നെയാണ് ഉണ്ടാകുക. പിന്നെ നമുക്കിത് യൂണീക്ക് കാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇപ്പോൾ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു 8,000 റുപ്പീസ് നമ്മളിപ്പോൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് 3 EMI ആയിട്ട് പേ ചെയ്താൽ മതി. വിത്തൗട്ട് ഇൻട്രസ്റ്റ്. അത് സിബിൽ സ്കോറിന് എഫക്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു പരിപാടിയുള്ള സാധനം. എന്ന് വെച്ചാൽ ഒരു ബില്ലിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് കേട്ടോ. എക്സ്ട്രാ ചാർജും അതുപോലെ സിബിൽക്ക് തന്നെ എഫക്റ്റ് ചെയ്യില്ല. നമ്മൾ EMI എടുക്കുന്നതിനെ പോലെ ഇതിന് സിബിൽ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ നമുക്കിതിന് ജോയിനിങ് ഫീയും മാനുവൽ ഫീയും റൺ ചാർജസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ്. ഇത് നമ്മുടെ കാർഡ് കൊടുക്കുന്നത് SBM ബാങ്ക് തന്നെയാണ് കേട്ടോ. മോസ്റ്റ്ലി എല്ലാ ഈ NBFC സംഭവങ്ങളും ഫുള്ളും കാർഡ് കൊടുക്കുന്നത് SBM ബാങ്ക് തന്നെയാണ്. അപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്കിതൊരു 2K തൊട്ട് 10 lakh വരെയാണ് അവർ തരുന്നത്. നമുക്ക് പിന്നെ ഈ ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലും എന്താ പറയുക ഡിസ്നി ഹോട്ട്സ്റ്റാറിലൊക്കെ ഓഫേഴ്സ് ഉണ്ട്, സ്വിഗ്ഗിയിലുണ്ട്. നമുക്ക് എന്തായാലും അത് ആപ്പിൽ ശരിക്കും കാണിക്കും നമ്മുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ വിസ പ്ലാറ്റിനത്തിൻ്റെ കാർഡാണ്. അപ്പോൾ നമുക്കത് എന്തായാലും അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വയലറ്റ് കളർ ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് സ്ലൈസ് കാർഡ് ഇസ് എ പ്രീപെയ്ഡ് കാർഡ് ദാറ്റ് സപ്പോർട്ട് ട്രാൻസാക്ഷൻ വിയ ക്രെഡിറ്റ് ലാൻഡ് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അതേ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. അത് ഓൾറെഡി ഞാൻ അൺബോക്സിങ് ചെയ്തതാണ് കേട്ടോ. ശരിക്കും നമ്മൾ ആദ്യം അൺബോക്സിങ് ചെയ്യല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സംഭവമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലൈസ് മേക്ക് നൗ എപ്പിക് എന്ന് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെൽക്കം അബ്രോഡ് ഡ്രീമർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കാർഡുകൾ പറഞ്ഞിട്ടുണ്ട് കുറേ. അത് ഓഫേഴ്സാണ്. 2% ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ഓൺ എവരി ട്രാൻസാക്ഷൻ. സ്ലൈസ് യുവർ കാർഡ് ബിൽ. നമുക്ക് 3 മന്ത് സ്പ്ലിറ്റ് ചെയ്യാം. എൻജോയ് ന്യൂ ഡീൽസ് എവരി വീക്ക് വിത്ത് സ്പാർക്ക് എന്ന് വെച്ചാൽ അത് നമ്മുടെ ഡീൽസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എവരി വീക്സ്. പിന്നെ അവരുടെ ഭാഗം ഒരു ടീം ലിസ്റ്റിന് ഒരു കാർഡ് വെൽക്കം കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് ആക്ച്വലി നല്ലൊരു വെറൈറ്റി സെറ്റപ്പാണ് കേട്ടോ കാർഡ് എടുക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്ന് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. നമുക്കിവിടെ കാർഡ് കാണാം. ഈ സൈഡിലായിട്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യേണ്ട QR കോഡ് ഉണ്ട്. അപ്പോൾ കാർഡിൻ്റെ ഞാൻ സംഭവങ്ങളൊക്കെ ബ്ലർ ചെയ്യൂട്ടാ. പിന്നെ ഇവിടെ നമ്മുടെ വിസ പ്ലാറ്റിനം കാർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി നമ്മുടെ ഇങ്ങനത്തെ കാർഡുകളിലൊക്കെ നമ്പറൊക്കെ ബാക്ക് സൈഡിലേക്ക്. ഇത് ശരിക്കും നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ഫ്രണ്ടിൽ തന്നെയാണ്. പിന്നെ NFC സപ്പോർട്ട് ഉണ്ട്. ബാക്ക് സൈഡിൽ സ്മാർട്ട് ബാങ്കിങ് ബൈ SBM ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ആക്ടിവേഷൻ QR കോഡും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇനി ആപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ സ്ലൈസ് കാർഡിൻ്റെ ആപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു നമ്മൾ പിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺലോക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി അൺലോക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ വരുന്നത്. നമ്മളൊരു ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല ആക്ച്വലി. നമ്മളിപ്പോൾ ഇത് നമുക്ക് പിന്നെ നമ്മൾ ഇൻവിറ്റേഷൻ വെച്ച് ആക്കിയിട്ട് ആരെങ്കിലും അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 രൂപ കിട്ടുന്ന ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കതിൻ്റെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പിന്നെ ഓഫേഴ്സായിട്ട് ബുക്ക് മൈ ഷോയിൽ ഫ്ലാറ്റ് 50 ക്യാഷ് ബാക്ക്, ഫോൺ പേയിൽ ഫ്ലാറ്റ് 40 ക്യാഷ് ബാക്ക്, അതുപോലെ അർബൻ കമ്പനി, ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ 50, അങ്ങനെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനിൽ നമുക്ക് നോ കോസ്റ്റ് EMI ഇതിലൊക്കെ അവൈലബിൾ. നമുക്കിതിൽ ആമസോൺ പേയിൽ 4 മന്ത് വരെ EMI കിട്ടും കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ, മിന്ത്ര, യാത്ര.com, മേക്ക് മൈ ട്രിപ്പ് ഇതിലൊക്കെ നമുക്ക് 4 മന്ത് വരെ കിട്ടും. പിന്നെ നൈക്ക, ക്ലിയർ ട്രിപ്പ്, ബിഗ് ബസാർ എല്ലാത്തിലും നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ഉണ്ടാകും നോ കോസ്റ്റ് EMIൻ്റെ. പിന്നെ എമർജൻസി ക്യാഷ് എന്ന സംഭവം ഉണ്ട്. ഇതിൽ നമുക്ക് UPI വഴി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ Paytm വഴി ട്രാൻസ്ഫർ ചെയ്യാം, IMPS വരെ ട്രാൻസ്ഫർ ചെയ്യാം. അടുത്ത് കൂടെ നമുക്ക് ചെറിയൊരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് നമുക്ക് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബാലൻസും അതുപോലെ നമ്മുടെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ അതിൻ്റെ സെറ്റിങ്സായിട്ട് നമുക്ക് സെറ്റിങ്സിലായിട്ട്
നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിലൊക്കെ നമ്മൾ എന്തായാലും ബ്ലർ ചെയ്യട്ടെ. നമുക്ക് ഈ നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ശരിക്കും നമ്മൾ പ്രൈവറ്റ് ഇൻഫർമേഷൻ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മളതൊക്കെ ബ്ലർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈസ് കാർഡിൻ്റെ ഒരു ആപ്പ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലൈസ് കാർഡിനെ കുറിച്ച്. ഇപ്പോൾ എനിക്ക് ആക്ച്വലി കിട്ടിയെന്നില്ല. അപ്പോൾ ഞാൻ വേറെ നമ്മുടെ കസിൻ്റെ വഴി അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലിങ്കാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ പേജിലേക്ക് എത്തും. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോ കാണാം.